നമസ്കാരം. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാഫുകളെ കസ്റ്റമറെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കസ്റ്റമർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, 3 പേര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 സമ്മാനം ക്യാഷ് പ്രൈസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും പറഞ്ഞത് നമ്മുടെ കുഞ്ചലം ചെണ്ട് കെട്ടുന്ന ചേച്ചി സുജാത ചേച്ചീനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് നമ്മുടെ സ്വർണം കളഞ്ഞുപോയി കിട്ടിയ ചേച്ചി, അതാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു വെച്ചപ്പോൾ ഇതാട്ടോ ലക്ഷ്മി അമ്മ. അപ്പോൾ ഇന്ന് ലീവായിരുന്നെങ്കിലും ചേച്ചി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമത് നമ്മുടെ രത്നകുമാരി ചേച്ചി, നമ്മുടെ ക്ലീനിങ് സൂപ്പർവൈസറാണ്. കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇന്ന് അവരുടെ കയ്യിൽ തന്നെ അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോവാണ് കേട്ടോ. പയം തന്നെ നമ്മുടെ സിദ്ധമ്മ വരൂ. ഇതാ ഒരു ചെറിയ ക്യാഷ് പ്രൈസും കൂടി ഉണ്ട്. ലക്ഷ്മി അമ്മ വരൂ. രത്നകുമാരി അമ്മ വരൂ. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചിക്ക് കസ്റ്റമർ? എനിക്ക് പറയാനേ ഉള്ളൂ. ആദ്യം തന്നെ ഞാൻ എല്ലാ സഹപ്രവർത്തകർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയാണ്. പിന്നെ ഇപ്പം ഈ ഒരു അവാർഡ് തന്ന എൻ്റെ ഉപഭോക്താക്കൾക്ക് അവരാണ് തന്നത് രാജു സാറാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഇത് കിട്ടിയത്. ഇത് എനിക്കൊരു ദേശീയ അവാർഡ് അല്ലെങ്കിൽ ഒരു പത്മഭൂഷൺ കിട്ടിയ പോലെയാണ്. അത്രയും ഞാനിതിന് വില കൽപ്പിക്കുന്നു. അത്രയും സന്തോഷം. ലക്ഷ്മി അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ട? ഒന്നുമില്ല, ആ സന്തോഷം കൊണ്ട് ഒന്നും പറയാണ്ട് നിൽക്കുകയാണ് അമ്മ. സന്തോഷം. ഇതമ്മയ്ക്കോ? എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. മക്കളുടെ കയ്യിൽ നിന്ന് ഇത് കസ്റ്റമർ തരികയാണെങ്കിലും മക്കളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കുമ്പോൾ അതിനേക്കാളും ഉപരി വേറൊന്നുമില്ല. ഓക്കെ, സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമറുടെ സപ്പോർട്ടുണ്ട്. നിങ്ങൾക്കല്ല, ഈ കാണുന്ന ഒരുപാട് പേര് വന്നെങ്കിലും കൂടുതലായിട്ട് കൊടുക്കാൻ പറഞ്ഞത് ഇവരുടെ പേര് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇവരെ തിരഞ്ഞെടുത്തത്. ആർക്കൊരു വിഷമം വേണ്ട. ഈ പറഞ്ഞ എല്ലാവരും പേരുകൾ നമ്മുടെ കസ്റ്റമർ ലിസ്റ്റിലുള്ളതാണ്. എല്ലാവരും മനസ്സിൽ പതിയെ പറഞ്ഞ ചെറിയ കാര്യമില്ല. കാരണം തൊട്ടടുത്ത വീട്ടിലുള്ള പേരും പോലും നമുക്ക് ഓർക്കുണ്ടാവില്ല അല്ലേ? പക്ഷെ നിങ്ങളുടെ പേര് എത്രയോ ദൂരമുള്ളവരാണ് ഓർത്ത് വെച്ചിരിക്കുക പറഞ്ഞാൽ ഒരു വലിയൊരു കൈയ്യടി കൊടുക്കണം കസ്റ്റമർക്ക്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ എല്ലാ കസ്റ്റമറുടെ ഇടന്നേയ 3 പേരും അങ്ങനെ ഒരുപാട് പേരും നമ്മുടെ കസ്റ്റമറുടെ മനസ്സിലുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, താങ്ക് യു.